സുരക്ഷ ഒഴിവാക്കണമെന്ന് പറഞ്ഞിരുന്നു. വലിയ കൈയടിയുടെ തീരുമാനമാണ്. പക്ഷേ ഇന്നലെ ഗുരുവായൂർ പോയപ്പോൾ അവിടെ നൂറുകണക്കിന് ആളുകൾക്ക് ദർശനം കിട്ടാതെ പോയെന്ന് തോന്നുന്നു. അങ്ങയുടെ ഈ ഗുരുവായൂർ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇത് തെറ്റായ വാർത്തയാണ്. ആദ്യമായിട്ടല്ലല്ലോ ഒരു മുഖ്യമന്ത്രി ഗുരുവായൂർ ദർശനത്തിന് പോകുന്നത്, ആണോ? ഇനി കേട്ടോ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ കൂടെ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് അവിടുത്തെ ഒരാളായിരുന്നു, അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു ഒരാൾ. എൻ്റെ കൂടെ ഒരു ഗൺമാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന സാധാരണ ഞാൻ ഗുരുവായൂരിൽ ദർശനം നടത്താൻ പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾ 4 പേര്. ഇനി ഞായറാഴ്ച അവിടെ VIP ദർശനം ഇല്ല. ടിക്കറ്റ് എടുത്തിട്ട് കയറണം, 1000 രൂപയുടെ ടിക്കറ്റ്. ഞാൻ 1000 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ടാണ് ദർശനം നടത്തിയത്, കേട്ടോളാം. അവിടെ ചെല്ലുമ്പോൾ ശിവേലി നടക്കുകയാണ്. ശിവേലി നടക്കുമ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ നിന്നു. അത് കയറിക്കഴിഞ്ഞപ്പോൾ നമ്മളതിൻ്റെ മുമ്പിൽ പോയി തൊഴുതു. ഞാൻ ഉപദൈവങ്ങളെ ദർശിക്കാൻ വേണ്ടി പോയപ്പോൾ മുമ്പിൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഒരു സെക്യൂരിറ്റി ഗാർഡ് വന്നു സ്റ്റോപ്പ് ചെയ്തെല്ലാവരും. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല, ഞാൻ തൊഴുന്നത് ഒരാൾക്ക് വേറൊരു തൊഴാമെന്ന ആൾക്ക് തടസ്സമാവില്ല എന്ന് പറഞ്ഞു. ഞാൻ അതിൻ്റെ സൈഡിൽ നിന്ന് തൊഴുകയും ആളുകൾ അതിൻ്റെ മുമ്പിലൂടെ തൊഴുത് നീങ്ങുകയും ചെയ്തു. ഇതാണ് സ്ഥിതി. ഇത് കള്ളക്കഥയാണ്, കള്ളക്കഥയാണ്. ഇതൊക്കെ എഡാക്കോട് തമാശ. അവിടെ എല്ലാ ആളുകൾ വന്ന് എന്നോട് പറഞ്ഞു, സാറേ എപ്പോഴും ഇങ്ങനെയായിരിക്കണം, ഇതാണ് ഭംഗി. ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. ഞങ്ങളുടെ തൊട്ടടുത്ത് വന്നിരുന്ന് ഒരു അകൽച്ചയില്ലാതെ വന്ന് ചെയ്തു വന്ന് ഒരാൾക്ക് തടസ്സം അവിടെ ഉണ്ടായിട്ടില്ല. ഒരാൾക്ക് ടിക്കറ്റ് എടുത്തിട്ടാണ് കയറിയത്. എനിക്കറിയാലോ ഇതൊക്കെ വിവാദമാവുമെന്ന്. ഞാൻ ഇനി അമ്പലത്തിൽ പോരുന്ന കൂടി പറയരുത് ദയവ് ചെയ്ത്. പോലീസ് മർദ്ദിച്ച സംഭവം, അതിൽ KSU നൽകിയ പരാതി അത് അട്ടിമറിച്ചത് ADCP M. രാജ്കുമാറാണെന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന സംഭവമാണ്. അത് SIT അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ അതിൻ്റെ ഇടയിലേക്ക് എങ്ങനെ കമൻറ്റ് പറയണം? SIT അന്വേഷിച്ച് SITയുടെ റിപ്പോർട്ട് തരട്ടെ. ഇതൊക്കെ നിങ്ങൾ വന്ന വാർത്തയിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റും. SIT ഗവൺമെൻറ് മുമ്പാകെ റിപ്പോർട്ട് തരട്ടെ. റിപ്പോർട്ട് തരുമ്പോൾ അത് പരിശോധിക്കാം. അത് തീർച്ചയായിട്ടും പരിശോധിച്ചുകൊണ്ടിരിക്കുക. നടപടി അതിൻ്റെ അകത്ത് ഇപ്പം എന്താ സംഭവം നടന്നത്? ഇപ്പോൾ ഒരു സംഭവം നടന്ന് നിങ്ങൾ ശ്രദ്ധിച്ച, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തൊരു തീരുമാനമെടുത്ത് പോണ പോക്കിൽ മുനമ്പം ഞാനൊരു വാചകം പറയുന്നുണ്ടായിരുന്നു. അവിടെ 2 മതവിഭാഗങ്ങളെ ശത്രുക്കളാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ശ്രമമാണ് അവിടെ നടന്നത്. അതിന് അന്നത്തെ സർക്കാർ കൂട്ടുനിന്നു എന്ന് പറഞ്ഞില്ലേ. ഇവരെല്ലാവരും അവിടെ ചെന്ന് പറഞ്ഞെന്താ, ഞങ്ങൾ നിങ്ങളെ കുടിയൊഴിപ്പിക്കില്ല അല്ലേ. ഇപ്പോൾ പോണ പോക്കിൽ വഖഫ് ബോർഡ് ചെയ്തതെന്താ? ഏത് വഖഫ് ബോർഡാണ്? ഞങ്ങൾ വെച്ചിട്ടില്ലല്ലോ വഖഫ് ബോർഡ്. കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടുള്ള വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് പോയി. ഇനി സാധാരണ വഖഫ് ലാൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ മുത്തവല്ലിയാണ്. ഇവിടെ വഖഫ് ബോർഡ് തന്നെ അത് പോർട്ടലിലേക്ക് പെടുത്തിയിരിക്കുകയാണ്. മനസ്സിലാക്കിക്കൊള്ളണം എന്താ അവരുടെ ഉദ്ദേശം. ഇവർ 2 കൂട്ടരും ഒരേ പാതയിൽ സഞ്ചരിക്കുന്നവരാണ് എന്ന് ഒരു രാഷ്ട്രീയ ആരോപണം ഞാൻ പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അടിവരയിടുന്ന നടപടിയാണ് പോണ പോക്കി ചെയ്തത്. ശരിക്കും വഖഫ് ഭൂമിയാണ് എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഇവർ എൻക്രോച്ചേഴ്സാണ് അല്ലേ, ഇവർ കയ്യേറ്റക്കാരാണ് അല്ലേ. പിന്നെ അവരെ ഒഴിപ്പിക്കാൻ കോടതിക്കും പാടായിരിക്കും, ഗവൺമെൻറ്റിനും പാടായിരിക്കും. അപ്പോൾ വരാൻ പോകുന്ന ഗവൺമെൻറ്റിന് ഒരു 8ൻ്റെ പണി കൊടുത്തിട്ടാണ് ഇവരങ്ങ് പോയത്, വഖഫ് ബോർഡ് പോയത്. എന്താണ് പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിട്ടില്ല ആ വഖഫ് ബോർഡ് പോണ പോക്കിൽ ഇപ്പം എന്താണ് തീരുമാനം? വരാൻ പോകുന്ന ഗവൺമെൻറ്റിന് അതിൻ്റെ തീരുമാനം എടുക്കാനുള്ള അനുമതി കൊടുക്കണ്ടേ? പക്ഷേ ഞങ്ങൾ അതിനെ നിയമപരമായി നേരിടും, നിയമപരമായി തീരുമാനം എടുക്കും. അപ്പോൾ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെയ്തത്. 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കാൻ പറ്റാവുന്നൊരു കാര്യം ആ 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുപ്പിക്കാതിരിക്കാൻ വേണ്ടി മനഃപൂർവ്വമായി രാഷ്ട്രീയമായി ചെയ്തതാണ്. ജനങ്ങളോട് അവർ പറയണം, മറുപടി പറയണം, എന്തിനാണത് പോർട്ടലിൽ പെടുത്തിയതെന്ന്. പക്ഷെ ഞങ്ങളതിനെ നിയമപരമായി അപ്പം തന്നെ അത് പരിശോധിച്ചിട്ടുണ്ട്. അതിനെ നിയമപരമായി നേരിടാനുള്ള നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും. ഒരു കാര്യം, അവിടെ നിന്ന് അവരെ കുടിയൊഴിപ്പിക്കുന്ന പ്രശ്നമില്ല. അവർക്ക് അവിടെ സംരക്ഷണം കൊടുക്കും.
അവർക്ക് അവരുടെ സ്ഥലത്ത് നികുതി നൽകാനുള്ള സംവിധാനം നമ്മളുണ്ടാക്കും. അതിൻ്റെ നിയമപരമായ എല്ലാ തടസ്സങ്ങളും നമ്മൾ 10 മിനിറ്റ് എന്ന് പറഞ്ഞതിന് ശേഷം ഈ വഖഫ് ബോർഡ് ഉണ്ടാക്കിയ നിയമപരമായ പ്രശ്നങ്ങളാണ്. മനസ്സിലായ? വഖഫ് ട്രൈബ്യൂണലിനെ കൊണ്ട് പോലും വഖഫ് ട്രൈബ്യൂണലിലെ തീരുമാനം പോലും വഖഫ് ബോർഡ് പോയി സ്റ്റേ ചെയ്യിപ്പിച്ചു. അറിയാലോ എന്തായിരുന്നു ആ ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ? ഇവരെ മതപരമായി ഭിന്നിപ്പുണ്ടാക്കാനുള്ള സംഘപരിവാറിൻ്റെ അതേ അജണ്ട അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് CPM നേതൃത്വം വഹിക്കുന്ന ഗവൺമെൻറ് ചെയ്തത്. ക്ലിയർ ആയല്ലോ ഇപ്പോൾ? അല്ലല്ല, അതെല്ലാം പരിശോധിക്കും. അതൊക്കെ ഭരണപരമായ കാര്യങ്ങളാണ്, പരിശോധിക്കും. അത് വന്നു കഴിഞ്ഞാൽ പ്രോസിക്യൂട്ടറെ നിയമിക്കും. എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. അന്വേഷിച്ചു. ഏതാണ്? ഇല്ല, കഴിഞ്ഞ തീരുമാനം എടുത്തിട്ടില്ല. നമ്മളിപ്പോൾ ഒരു പോളിസിയൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യാൻ പോകണല്ലോ. നമ്മൾ ഭൂമി പ്രശ്നങ്ങളിൽ ഒക്കെയുള്ള നമ്മൾ തന്നെ നമ്മുടെ മാനിഫെസ്റ്റോയിൽ തന്നെ ലാൻഡ് റീഫോംസ് ആക്ട് എല്ലാം നമ്മൾ അമെൻഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. വലിയ മേജറായിട്ടുള്ള അമെൻമെൻറ്റ്സ് വരുവാണ്. ഭൂനിയമങ്ങളിൽ വലിയ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ, അതിന് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഇടുക്കിയിലൊക്കെ വലിയ ഗൗരവമേറിയ ഭൂപ്രശ്നങ്ങളാണുള്ളത്. അപ്പോൾ ഭൂനിയമങ്ങളിൽ ഞങ്ങൾ നന്നായി സ്റ്റഡി ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ആ ഭൂനിയമങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തും. നെല്ല് സംഭരണത്തിൻ്റെ ഇപ്പോൾ മിനിസ്റ്റേഴ്സിൻ്റെ യോഗം കൂടി അവരുടെ റിപ്പോർട്ട് തന്നിട്ടുണ്ട്. അത് പരിഗണിച്ച് എത്രയും പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കും. തീർച്ചയായിട്ടും ഇത് എല്ലായിടത്തും നടക്കുന്നതാണല്ലോ. നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ നമ്മൾ നടപടി സ്വീകരിക്കും. അല്ലല്ല, അതൊക്കെ വരട്ടെ. അതൊക്കെ ഇപ്പം എന്തായാലും മുഖ്യമന്ത്രിയുടെ അടുത്താണ്. ജൂൺ 15 തുടങ്ങും. അതിനു മുമ്പ് പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞില്ലേ? ടെൻഷനായ? എല്ലാത്തിനും ഇപ്പം ഇന്ന് ഉത്തരം പറഞ്ഞാൽ അതൊക്കെ പരിശോധിക്കാം. വരട്ടെ, എന്തെല്ലാം കാര്യമുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മൾ പരിശോധിക്കുക. ഒന്ന് ഇരുന്നല്ലേ ഉള്ളു, ഒന്ന് ചാരി പോലും ഇരുന്നിട്ടില്ല. അതിനു മുമ്പ് അതൊക്കെ ധനകാര്യ വകുപ്പ് വരുമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കും. നികുതി വെട്ടിപ്പിനെയൊക്കെ കർശനമായി നേരിടും. നികുതി സർക്കാർ തരേണ്ട നികുതി ആരെങ്കിലും തരാതിരുന്ന ആരായാലും അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. കർശനമായ നടപടികൾ സ്വീകരിക്കും. Munambam, now the Waqf board, which was under the previous government, they have taken a decision to register that Munambam controversial land in the Waqf portal. That means the previous government was arguing that it was a Waqf land. But all the ministers in the last government, they went to Munambam and they offered the agitators, those who were agitating there, they offered them that you would not be evicted from that place. But unfortunately, the Sangha Parivar has been planning to make a divide between two religions. The previous government's action was indirect. Now it is very clear that they also acted very directly. They were also implementing the സഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ. അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിയായി രത്തൻ യു ഖേൽക്കറെ നിയമിച്ചത്, അതിൻ്റെ വിവാദം, അത് ഏറ്റവും വലിയൊരു തമാശയാണ്. ജയിച്ചതിന് ശേഷം കേട്ട തമാശ എന്ന നിലയ്ക്കാണ് അദ്ദേഹം അതിനെ വിശദീകരിക്കുന്നത്.
എന്തായാലും BJP ഓഫീസിലെ സീൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ലെറ്ററിൽ വരുന്നത് അത്ര വലിയ തമാശയാണോ എന്നുള്ളത് ഈ ഘട്ടത്തിൽ ഓർത്തു പോവുകയാണ്. മറ്റു കാര്യങ്ങളിലും മറ്റു വിവാദ വിഷയങ്ങളും മലയിടം തുരുത്തിലെ നിവാസികളുടെ വിഷയങ്ങളടക്കം അദ്ദേഹം പരിഗണിക്കുന്നത്. അവിടെ ഒരു സമവായ ചർച്ച, ഒരു സമവായ പ്രപ്പോസൽ അവിടെ ഉള്ളവർക്ക് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട് ഈ സർക്കാർ. എന്തായാലും അവരെ തെരുവിലേക്ക് ഇറക്കി വിടില്ല, അത്തരമൊരു സമീപനം സ്വീകരിക്കില്ല എന്ന് പറയുന്നു.